ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ഓർഡർ ചെയ്തു ഗൈസ്. ലക്കി ബാംബു ആണ്. ഇതൊരു അലങ്കാര സസ്യം മാത്രമല്ല, വാസ്തുശാസ്ത്രത്തിലും ഫെങ്ഷുയിലും ഇത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇത് എവിടെ, എങ്ങനെ, എപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ എന്നുള്ളതൊക്കെ അറിയണ്ടേ ഗൈസ്. അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇത് വീടിനകത്ത് പ്രത്യേകിച്ച് വെള്ളത്തിൽ വളർത്താറുണ്ട്. യഥാർത്ഥ ബാംബു മുളയുമായിട്ട് ഇവയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഡ്രസീന ജീനസിൽ പെടുന്ന ഒരു ചെറു സസ്യമാണ് ഈ ഒരു ലക്കി ബാംബു. ഇംഗ്ലീഷിൽ ഇതിനെ റിബൺ പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. ലക്കി ബാംബുവിൻ്റെ സയൻറ്റിഫിക് നെയിം ഡ്രസീന സാൻഡറിയാന എന്നാണ്. ഇളം പച്ച നിറത്തിലുള്ളതാണ് ഇവയുടെ കാണ്ഡവും ഇലയും. പൊതുവെ ഒരു അകത്തള സസ്യമായിട്ടാണ് ഈ ഒരു ലക്കി ബാംബുവിനെ കണ്ടുവരുന്നത്. ആഫ്രിക്കയിലെ കാമറൂണാണ് ഇതിൻ്റെ സ്വദേശം. ഈർപ്പമുള്ള ചില മഴക്കാടുകളിലും ഇവയെ കാണാം. കുറ്റിച്ചെടിയായി വളരുന്ന ഇവയ്ക്ക് 1.5 മീറ്റർ 5 അടി വരെ ഉയരം വയ്ക്കും. ഇലകൾക്ക് 15 to 25 സെൻറ്റിമീറ്റർ നീളവും 1.5 to 4 സെൻറ്റിമീറ്റർ വീതിയും കാണപ്പെടുന്നു. ജലാംശം അധികമുള്ള ചുറ്റുപാടുകളാണ് ഈ സസ്യത്തിന് അനുയോജ്യം. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഇലകൾ കരിഞ്ഞുണങ്ങാൻ കാരണമാകും. ജന്മം കൊണ്ട് ഒരു ഏഷ്യൻ സസ്യം അല്ലെങ്കിൽ കൂടിയും ചൈനീസ് ലക്കി ബാംബു എന്ന പേരിൽ ഇന്ന് ഈ സസ്യം വിപണിയിൽ ലഭ്യമാണ്. ഫെങ്ഷു വിശ്വാസം അനുസരിച്ച് ഐശ്വര്യം കൊണ്ടുവരുന്ന സസ്യം എന്നും വിശ്വാസമുണ്ട്. മണ്ണിൽ വളരുമെങ്കിലും ചെറു തണ്ടുകളായി മുറിച്ച് വേരുകൾ വെള്ളത്തിൽ വെച്ച് വളർത്തിയാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത്. ഓരോ 2 ആഴ്ച കൂടുന്തോറും ലക്കി ബാംബുവിൻ്റെ വെള്ളം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അധിക തോതിൽ ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവ അടങ്ങിയ വെള്ളം ഇവയ്ക്ക് അനുയോജ്യമല്ല കേട്ടോ. 15 to 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇവയ്ക്ക് അനുയോജ്യം. സൂര്യപ്രകാശം ഏൽക്കുന്നത് ഇലകൾ മഞ്ഞ നിറം സൃഷ്ടിക്കുകയോ ഇലകൾ ഉണങ്ങാൻ കാരണമാകുകയോ ചെയ്യും. ഇത് അലങ്കാരത്തെക്കാൾ ഉപരി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒന്നാണ്. ചൈനീസ് വിശ്വാസപ്രകാരം പഞ്ചഭൂതങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ലക്കി ബാംബു വൃക്ഷത്തെയും ഇത് വച്ചിട്ടുള്ള പാത്രത്തിലെ കല്ലുകൾ ഭൂമിയെയും ഇതിൽ ചുറ്റിയിട്ടുള്ള ചുവപ്പ് നാട അഗ്നിയെയും നാടയിലോ പാത്രത്തിലോ വെച്ചിട്ടുള്ള ചൈനീസ് നാണയം ലോഹത്തെയും പാത്രത്തിൽ നിറയ്ക്കുന്ന വെള്ളം ജലത്തെയും സൂചിപ്പിക്കുന്നു. പ്രകൃതി ശക്തികളെ പ്രതിനിധീകരിക്കുന്ന ലക്കി ബാംബു പെട്ടെന്ന് തന്നെ ഐശ്വര്യവും ഭാഗ്യവും സമ്പത്ത് നൽകുമെന്നാണ് വിശ്വാസം. സാധാരണയായി 1 മുതൽ 10 വരെ എണ്ണത്തിലുള്ള ബാംബു തണ്ടുകളാണ് വയ്ക്കുന്നത്. തണ്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഫലം വ്യത്യാസമായിരിക്കും എന്നും വിശ്വാസമുണ്ട്. ഒരു തണ്ട് വളർച്ചയെ സൂചിപ്പിക്കുന്നതിനാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ്. ദാമ്പത്യ പ്രണയ അഭിവൃദ്ധിക്ക് 2 തണ്ടുള്ള ലക്കി ബാംബുവാണ് വെക്കേണ്ടത്. മനസ്സമാധാനവും ധനവും ആയുസ്സും നൽകുന്നവയാണ് 3 തണ്ടുള്ളവ. ദോഷമുണ്ടാക്കുന്നതിനാൽ 4 തണ്ടുള്ളവ ഒഴിവാക്കുക. ഭാഗ്യവും അഭിവൃദ്ധിയും നൽകാൻ 6 തണ്ടുകൾ ഒരു ചുവപ്പ് നാടയാൽ കൂട്ടിക്കെട്ടിയുള്ള ലക്കി ബാംബു ഉത്തമമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും കുടുംബാരോഗ്യത്തിനായിട്ട് 7 തണ്ടുള്ളവ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. 8 തണ്ടുകൾ പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നു. 5, 9 തണ്ടുകൾ സാധാരണയായി വയ്ക്കാറില്ല. കിഴക്ക് ദിക്കിലെ സ്ഥാപിക്കുന്നത് ആരോഗ്യപരമായ ഉയർച്ചയ്ക്കും തെക്ക് കിഴക്ക് ഭാഗത്തായി വയ്ക്കുന്നത് സമ്പൽ സമൃദ്ധിക്കും കാരണമാകും എന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ലക്കി ബാംബു എല്ലാവരും ഓർഡർ ചെയ്ത് ഇതുപോലെയൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ, എവിടെ വെക്കണം, എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത് എന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.